വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഷാലോം ടൈമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വഴികൾക്കായിട്ടും ദൈവത്തിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു ദൈവവചന സന്ദേശവുമായി കടന്നു വരാൻ കഴിഞ്ഞല്ലോ. സ്വർഗത്തിലെ ദൈവം അതിനെ സഹായിച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അനുസരണം എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൗ ക്യാൻ വി ഒബേ ഗോഡ്, ദൈവത്തെ നമുക്ക് എങ്ങനെ അനുസരിക്കാൻ കഴിയും, അനുസരണത്തിൻ്റെ പല ലെവലുകളും അനുസരിച്ച പല വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വന്നതിന് ശേഷം എങ്ങനെ ദൈവത്തെ അനുസരിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അതിനുവേണ്ടി ഒരു ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നു. അതായത് വി ഹാവ് ടു ചൂസ് ടു ഒബേ, ദൈവത്തെ അനുസരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ശക്തി അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ അനുസരിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തണം. മാത്രമല്ല ദൈവത്തിൻ്റെ ശബ്ദം നിരന്തരം കേട്ട് അത് അങ്ങനെ അനുസരിക്കാനുള്ള ഒരു വില്ലിങ്നെസ്, അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. വിശ്വാസത്തെ കൊണ്ടുവരിക മാത്രമല്ല, വി ഷുഡ് നോ ഹിം, ദൈവത്തെ അറിയണം, ദൈവം ആരാണെന്ന് അറിയണം, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യത്തക്കവണ്ണം ദൈവം ആരാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചാണ് അവസാനിപ്പിച്ചത്. ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്, അത് ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകൾ കൊണ്ടോ ഒരു ചില മെസ്സേജുകൾ കൊണ്ടോ ഒന്നും നമുക്ക് പറഞ്ഞു തീർക്കാനും മനസ്സിലാക്കി തീർക്കാനും ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം ആരാണ് എന്നുള്ളത് വളരെ സ്പെസിഫിക്കായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ജീവിതയാത്രയ്ക്കിടയിൽ ട്രസ്റ്റ് ചെയ്യത്തക്കൊണ്ട് ദൈവം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ആ സാഹചര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് യാത്ര ചെയ്യാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആരാണെന്ന് അറിഞ്ഞാൽ, നമ്മൾ ആരെയാണ് അനുസരിക്കുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും അതതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നെനിക്കറിയാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഐ വോണ്ട് ടു നോ യു ബെറ്റർ. എനിക്ക് നിന്നെ കുറച്ചുകൂടെ അടുത്തറിയണം. ഞാൻ പല അവസരങ്ങളിലും കർത്താവിന് എൻ്റെ ജീവിതത്തിൽ തന്ന കഷ്ടങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്തിട്ടുണ്ട്. അടച്ചിട്ട വാതിലുകൾക്കായി സ്തോത്രം ചെയ്തിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും തരാഞ്ഞ മറുപടികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അതൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഈ വാതിൽ ഇപ്പോൾ തുറന്നേ പറ്റുകയുള്ളെന്ന് തോന്നിയ സമയങ്ങളുണ്ടായിരുന്നെങ്കിലും ആ വാതിൽ അടച്ചിട്ടിട്ട് ഞാൻ മതി, ഞാനുണ്ട്, എൻ്റെ കരം, എൻ്റെ ശക്തി, എൻ്റെ നോട്ടം, മൈ ഫെലോഷിപ്പ് വിത്ത് യു, അത് ഇറ്റ്സ് മോർ ദാൻ ഇനഫ് എന്ന് അനേക ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ രുചിച്ചറിയാൻ കർത്താവ് സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന ഈ വിധത്തിൽ ദൈവവചനം നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തോട് ഒത്തിരി നന്ദിയും സ്നേഹവുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കർത്താവിനോട് ചേർന്ന് യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. പക്ഷേ ഇന്നും ദൈവത്തെ ഓരോ ദിവസവും ഫ്രഷായിട്ട് പുതിയതായിട്ട് അറിയുന്ന ഒരനുഭവം. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ദൈവത്തെ ഓരോ ദിവസവും അറിയുക. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി വയ്യ, മതി, മടുത്തു എന്നൊക്കെ തോന്നിയ സമയങ്ങളുണ്ട്. ഭയം തോന്നിയ സമയങ്ങൾ, ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് തോന്നിയ സമയങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം അതിനകത്തൂടെ പോയി പുറത്ത് വരുമ്പോൾ നന്നായി അറിയാമായിരുന്നു വേറൊരു ആംഗിളിൽ ദൈവത്തെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു.
നമുക്ക് ദൈവത്തെ അറിയുവാൻ, അവൻ നല്ലവനെന്ന് രുചിച്ചറിയാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. നമുക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ, അതിന് എത്ര വേദനാജനകമാണെങ്കിലും ഇതൊരു കൊച്ചായുസ്സാ പ്രിയപ്പെട്ടവരെ. ഈ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മളെ നമ്മുടെ ഇറ്റേണിറ്റിക്ക് വേണ്ടി ഒരുക്കുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടുത്തെ ഒരു ചെറിയ കഷ്ടമോ ഒരു വേദനയോ ഒരു ദുഃഖമോ വരുമ്പോൾ നിത്യതയുടെ വെളിച്ചത്തിൽ അത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലന് പറയാൻ കഴിയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഇവിടെയുള്ള ഈ സമയത്തെ നൊടി നേരമെന്നും കഷ്ടത്തെ ലഘുവെന്നും അപ്പസ്തോലൻ പറയുമ്പോൾ ഇറ്റേണിറ്റിയുമായി, നിത്യതയുമായി കമ്പയർ ചെയ്താണ് അപ്പസ്തോലൻ അത് പറയുന്നത്. കാരണം നിത്യതയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 10 വർഷമോ 20 വർഷമോ 100 വർഷമോ നൊടി നേരമാണ്. നിത്യതയുമായി, നിത്യത എന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ടോ 100 വർഷം കൊണ്ടോ 1000 വർഷം കൊണ്ടോ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടോ അവസാനിക്കാത്ത ഒരു നിത്യമായ ജീവിതം. ആ ജീവിതത്തെ, ആ ഒരു ടൈം ഫ്രെയിമിനെ, അതൊരു ഫ്രെയിംലെസ് ആയിട്ടുള്ളൊരു ടൈം, അതിനൊരു അവസാനമില്ല. അവസാനമില്ലാത്ത ആ ടൈമിനെ കമ്പയർ ചെയ്താണ് ഇവിടുത്തെ ആ സമയത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് നൊടി നേരം. ദാറ്റ്സ് ട്രൂ. വളരെ ലഘുവായ കഷ്ടം എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ he is comparing it to the eternal punishment, eternal suffering. ആ തീപ്പൊയ്കയ്ക്കകത്തുള്ള, ആ നരകത്തീക്കകത്തുള്ള നിത്യമായ കഷ്ടം, നിത്യമായ ശിക്ഷാവിധി, അതിനൊരവസാനമില്ല. 1000 വർഷം കൊണ്ട് തീരുമെങ്കിൽ നമുക്ക് എണ്ണി 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 എങ്ങനെയെങ്കിലും 1000 വർഷമാക്കാമായിരുന്നു. പക്ഷേ കോടാകോടി വർഷങ്ങൾ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത നിത്യമായ ഒരു കഷ്ടം ഒരു പാപിയെ കാത്തിരിക്കുന്നു. അതിനെ വെച്ച് കമ്പയർ ചെയ്താണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ലഘുവായ കഷ്ടം. യെസ്, ഇതൊരു നൊടി നേരമാണ്. ഇവിടുത്തേതെല്ലാം ലഘുവാണ്. ഘനമായിട്ടുള്ളതെല്ലാം അപ്പുറത്താണ്. നിത്യമായിട്ടുള്ളതെല്ലാം, ദീർഘമായിട്ടുള്ളതെല്ലാം അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ നൊടി നേരം കൊണ്ട് ദൈവത്തെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ദൈവത്തെ അറിയാൻ കഴിയുന്നത്, ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നത് ഒക്കെ മാക്സിമം നമുക്ക് ചെയ്യാം. അതിനായി ഈ വചനങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഹൗ ക്യാൻ വി ഒബേ ഗോഡ്? ദൈവത്തെ നമുക്ക് എങ്ങനെ അനുസരിക്കാൻ കഴിയും? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ ദൈവത്തെ അനുസരിക്കുവാൻ നമ്മളെ പ്രധാനമായും സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വി ഹാവ് ടു യൂസ് അവർ പവർ ഓഫ് ചോയ്സ് ടു റെസ്പോണ്ട് പോസിറ്റീവ്ലി ഇൻ ഒബീഡിയൻസ് ടു ഗോഡ്, ടു ഹിസ് വോയിസ്, ഹിസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് വിഷൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഈ കാര്യങ്ങളെല്ലാം അനുസരിക്കുവാൻ നമ്മുടെ പവർ ഓഫ് ചോയ്സ്, ചൂസ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഈ തിരഞ്ഞെടുക്കാനായിട്ടുള്ള നമ്മുടെ ശക്തി ദൈവശബ്ദത്തിന് കീഴ്പ്പെടാനായിട്ട് നമ്മളെ വില്ലിങ് ആക്കുന്ന, ഒരു ടോട്ടൽ സറണ്ടറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറ്റ്സ് അനോയിൻറ്റിങ്. അഭിഷേകമാണ് നമ്മളെ പൂർണ്ണ സത്യത്തിലേക്ക്, പൂർണ്ണ അനുസരണത്തിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈ അഭിഷേകമാണ്. അഭിഷേകത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്.
ഒരു വലിയ വിശാലമായി കിടക്കുന്ന ഒരു ഭാഗമാണ് അത് എന്നെനിക്കറിയാം. എന്നാൽ ഈ അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കുവാനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഒരു വ്യക്തിയെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുസരിക്കത്തക്കവണ്ണം ഈ അഭിഷേകം എങ്ങനെ സഹായിച്ചു, എന്തൊക്കെ ഈ അഭിഷേകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തെടുത്തു എന്ന് ഒന്ന് ചിന്തിച്ച് ഈ ഭാഗം വിടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. ഞാൻ ദാവീദിനെയാണ് അതിനായി തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചത്. ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പനും അമ്മയൊക്കെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഞാൻ ഈ മെസ്സേജുകൾ പറയുവാനായി വളരെ കോമൺ ആയിട്ടുള്ള പാസേജസ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വേഗത്തിൽ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് അവരെല്ലാവരും മാറ്റി നിർത്തുകയും മറന്നു പോവുകയും ഒക്കെ ചെയ്ത ദാവീദ് വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവനെ മറന്നുപോയ ആ ഒരവസ്ഥയിൽ ദൈവം തന്നെ വിളിച്ച് കൊണ്ടുവന്ന് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം ആ വിധത്തിൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഒരിക്കലും ശൗലിനെ അഭിഷേകം ചെയ്തതുപോലെ അല്ല ദാവീദിനെ അഭിഷേകം ചെയ്തത്. ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ നിന്നെ ഇസ്രായേലിലെ രാജാവായി കണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായി അവനോട് പറഞ്ഞാണ് അവനെ അഭിഷേകം ചെയ്തത്. പക്ഷേ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദിനോട് ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞില്ല. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. He didn't know for what he is anointed. Samuel never told him that he is going to be the second king of Israel. ആ അഭിഷേക തൈലം അവൻ്റെ തലയിലേക്ക് ഒഴിക്കുമ്പോൾ അവന് ഒരിക്കലും ഇതൊരു കിങ്ലി അനോയിൻറ്റിങ് ആണ്, ഇതൊരു രാജകീയമായിട്ടുള്ള ഒരു അഭിഷേകമാണ്, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവാകാനായിട്ടാണ് ഈ അഭിഷേക തൈലം എൻ്റെ മേൽ വീഴുന്നതെന്ന് ദാവീദ് ഒരിക്കലും അറിഞ്ഞില്ല. അപ്പോൾ എന്തിനാണെന്ന് അറിയാത്ത അഭിഷേകം ദൈവം എന്നെയും നിങ്ങളെയും ഈ അഭിഷേക തൈലം കൊണ്ട് നിറയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ആളത്വം നമ്മളിലേക്ക് വന്ന് ഇൻഡ്വെൽ ചെയ്യുമ്പോൾ നമ്മളിൽ പലരും എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്യുന്നതെന്ന് തിരിച്ചറിയാറില്ല. പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ അഭിഷേകം ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഏറ്റവും പ്രധാനമായി അഭിഷേകം ചെയ്യുന്നത്. പൂർണ്ണമായി ദൈവശബ്ദം കേൾക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ അഭിഷേകമാണ്. ദൈവശബ്ദത്തിന് ഈൽഡ് ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ അഭിഷേകമാണ്. അതിന് കീഴടങ്ങുക മാത്രമല്ല, ആ പൂർണ്ണ അനുസരണത്തിലേക്ക് ആ പാതി വഴിക്ക് നിന്നു പോകാത്ത, നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുമ്പേ ചിന്തിച്ചതുപോലെ അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തി കാണുന്നതിനോട് പ്രവചിക്കുന്നതല്ല, കാണാത്തതിനോട് പ്രവചിച്ച് ജീവനിലേക്ക് ആ ജനത്തെ കൊണ്ടുവരുന്ന ആ വിധത്തിലൊക്കെയുള്ള ഒരു അനുസരണത്തിലേക്ക് നമ്മൾ പോകുന്നതിന് സഹായിക്കാനായിട്ടാണ് ഈ അഭിഷേകം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലൊരു കാര്യസ്ഥനായി വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവൻ ഒരു സഹായിയായിട്ട്, അവൻ നമ്മളോട് കൂടെ എന്നും ഇരിക്കേണ്ടതിന്, നമ്മളെ ഗൈഡ് ചെയ്യാനായി, നമ്മളെ സഹായിക്കാനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടും കൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, ദിസ് അനോയിൻറ്റിങ് മെയ്ഡ് ഹിം ടു പെർഫോം തിങ്സ് വിച്ച് നൺ അതർ ഷെപ്പേർഡ്സ് ഡിഡ്.
എന്നാൽ ഈ അഭിഷേകം അവൻ്റെ ചുറ്റുപാടുമുള്ള ആട്ടിടയന്മാരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കി. അവനെ വ്യത്യസ്തനാക്കി നിർത്തുകയായിരുന്നു. അപ്പോ അഭിഷേകം നമ്മളെ വ്യത്യസ്തരാക്കും. എന്താണ് അവൻ ചെയ്തത്? അവൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ്റെ ആട്ടിൻകൂട്ടത്തിനെതിരെ ഒരു ശത്രു വന്നപ്പോൾ, ഒരു സിംഹം അലറി വന്നപ്പോൾ, ഒരു കരടി അലറി വന്നപ്പോൾ, ബാക്കിയുള്ള ആട്ടിടയന്മാരെല്ലാം ഓടിപ്പോകുമ്പോൾ ഇവൻ്റെ അകത്തെ അഭിഷേകം ഉണർന്നു. അവനെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് അവൻ ആദ്യം കാലഘട്ടങ്ങളിൽ അറിഞ്ഞില്ലെങ്കിലും ശത്രുവിൻ്റെ ഒരു ആക്രമണം വന്നപ്പോൾ നീ അതിനെതിരെ നിൽക്കാനായി ഈ അഭിഷേകം അവനോട് പറഞ്ഞത്, അല്ലെങ്കിൽ അവൻ കേട്ട ആ ദൈവശബ്ദം അനുസരിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം, ഒരു ശക്തി ഈ അഭിഷേകം അവന് കൊടുത്തു. ഈ അഭിഷേകം എന്ത് ചെയ്തു? ദിസ് അനോയിന്റിങ് enabled him to run after the enemy, smote and deliver their sheep. അതായത് ശത്രുവിൻ്റെ വായെ തുറന്നു കളയുന്ന അടി. അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഈ ശത്രുവിൻ്റെ പിന്നാലെ ഓടാനുള്ള ശക്തി ഈ അഭിഷേകം അവന് കൊടുത്തത്. അതുവരെ അവനും തിരിഞ്ഞോടിയിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ശത്രു അവൻ്റെ നേരെ വരുമ്പോൾ അവൻ്റെ അകത്തിരുന്ന ദൈവം അവനോട് പറയുകയാണ്, അതിനെതിരെ പോ. പണ്ടായിരുന്നു അതിന് പോകാനുള്ള, അവൻ അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യാനായിട്ടുള്ള ശക്തി അവനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ ആ ശക്തിയുണ്ട്, ആ നിയോഗം അവനുണ്ട്. പണ്ട് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ അവനെ സഹായിക്കുന്നത് ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ആ അഭിഷേകം അവനെ ശത്രുവിൻ്റെ പുറകെ ഓടാൻ മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കാൻ മാത്രമല്ല, അവൻ സിംഹത്തിൻ്റെ വായ്ക്ക് അടിച്ചു എന്ന് വായിക്കുന്നു. ഒരാട് സിംഹത്തിൻ്റെ വായ്ക്കകത്തിരിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ ഒരൊറ്റ അടിയിൽ ശത്രുവിൻ്റെ വാ തുറന്നുപോയി, ആട് പുറത്തു ചാടി. അങ്ങനെ ശത്രുവിൻ്റെ വായെ അടിച്ച് തുറന്നു കളയുന്ന, ആ വായ്ക്കകത്ത് പെട്ടുപോയതിനെ വിടുവിക്കുന്ന അടി അടിക്കാൻ, അതിൻ്റെ പുറകെ ഓടാനുള്ള ശക്തി. പണ്ടും ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്, ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആ വിധത്തിലൊരു ദൈവശബ്ദം കേട്ടാൽ അതിൻ്റെ പുറകെ പോകാനുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ആരെങ്കിലും പൊസസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ, പൈശാചിക ബാധയുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു രോഗം ഒരാളിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ ആ വ്യക്തിയെ അതിനകത്ത് നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, നീ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ചെയ്യ എന്നൊക്കെ പറയുമ്പോഴും അതനുസരിക്കാൻ നമുക്ക് കഴിയാതെ പോയ സമയങ്ങളുണ്ട്. പക്ഷേ ഈ അഭിഷേകം വന്നു കഴിയുമ്പോൾ അതനുസരിക്കാനുള്ള ഒരു ബലം നമുക്കുണ്ട്, അത് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പവർ നമുക്കുണ്ട്. അത് ഒരു വലിയ വ്യത്യാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. അത് നമ്മുടെ ശുശ്രൂഷയിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കും. ഈ നാളുകളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ, ശുശ്രൂഷയുടെ മേഖലകളിൽ, അതിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ചില വിഷയങ്ങളുടെ മുമ്പിൽ, ഞാൻ പകച്ചു നിന്നുപോയ ചില വിഷയങ്ങളുടെ മുമ്പിൽ അതിൻ്റെ പുറകെ ഓടി, അതിൻ്റെ വായ്ക്കടിച്ച് ചിലതിനെ ഡെലിവർ ചെയ്യാനുള്ള ഒരു കൃപ, അതിനുള്ള ഒരു നിയോഗം, ഒരഭിഷേകം, എന്നെ പൂർണ്ണമായി ആ അനുസരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അഭിഷേകം അതെനിക്ക് വേണം. അതിനായിട്ട് ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം.
നമുക്ക് അതിനായി നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് കാട്ടിനകത്ത് നടക്കുന്ന സംഭവമാണ്. എന്നാൽ ഈ കാട്ടിനകത്ത് രഹസ്യമായി ഒരു ചെറിയ കൂട്ടത്തിൻ്റെ നടുവിൽ ഒക്കെ നമ്മൾ ദൈവത്തെ ഈ അഭിഷേകത്തിൽ ആശ്രയിച്ച് അനുസരിക്കാനായി തുടങ്ങുമെങ്കിൽ നമ്മളെ പബ്ലിക്കാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഒരു വലിയ സ്റ്റേജിൽ കയറി നിന്ന് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുകയില്ല നിങ്ങളുടെ ആ വിധത്തിലുള്ളൊരു ശുശ്രൂഷയുടെ തുടക്കം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കാം, നിങ്ങളുടെ സ്വന്തം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കാം, നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കാം. പൈശാചിക ബാധയുള്ളവർ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അഴിഞ്ഞു പുറത്തു വരുന്നത് ഒരു വലിയ ക്രൂസേഡിലായിരിക്കുകയില്ല ആദ്യം സംഭവിക്കുന്നത്. അത് നിങ്ങളായിരിക്കുന്ന സഭയിൽ അല്ലെങ്കിൽ സഹോദരിമാരുടെ ഒരു കൂട്ടത്തിലോ ഒരു ചെറിയ കൂട്ടത്തിനകത്തോ അങ്ങനെ ഏതെങ്കിലും വിധത്തിലായിരിക്കും അത് ആരംഭിക്കുന്നത്. പക്ഷേ അകത്തുള്ള അഭിഷേകം ആ ഒരു പ്രവൃത്തിക്കായി തിളച്ചു വരുമ്പോൾ ആ ദൈവശബ്ദം അനുസരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഞാൻ നിങ്ങൾ കാണിച്ചാൽ നമ്മളെ ആ ചെറിയ കൂട്ടത്തിനകത്ത് നിന്ന് ഒരു വലിയ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി സഹോദരി നിങ്ങളെക്കുറിച്ചുണ്ട്. ഒരു സ്ത്രീയാണെന്ന് കരുതി ഒതുങ്ങിയിരിക്കണ്ട. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തതാ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാനാണ്. ഒരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുന്നുവെന്ന് കണ്ടാൽ ആ വ്യക്തിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളിൽ പ്രേരണ തന്നാൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അത് ചെയ്തൊന്ന് തുടങ്ങിക്ക്. ശക്തമായ ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയം അടുത്ത എപ്പിസോഡിൽ നമ്മൾ തുടരും. ഹല്ലേലൂയ. അതിനു മുമ്പ് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് പൂർണ്ണമായി അങ്ങയെ അനുസരിക്കുവാൻ ആഗ്രഹമുണ്ട്. അങ്ങയെ പൂർണ്ണമായി അനുസരിക്കുന്നതിന് അങ്ങയുടെ അഭിഷേകം ഞങ്ങളെ സഹായിക്കും എന്ന് ഇന്ന് അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ വിധത്തിൽ ശക്തിയോടെ അങ്ങയുടെ ശബ്ദം കേട്ട് അനുസരിക്കുന്ന ഒരു നിയോഗം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിധത്തിലുള്ള ഒരു അഭിഷേകം ചിലതിനെയൊക്കെ കവർന്നുകൊണ്ട് പോകുന്ന ശത്രുവിനെ പിന്തുടർന്ന് അടിച്ച് അതിൻ്റെ വായ്ക്കകത്ത് നിന്ന് ചിലതിനെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിൻ്റെ നിലവാരത്തിലേക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി നിലനിന്നുകൊണ്ട് അങ്ങയെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ നിലവിലേക്ക് കർത്താവേ നീ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, ഞങ്ങളുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, ഞങ്ങളുടെ നോട്ടത്തിൽ പോലും അത്ഭുതങ്ങൾ നടക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Let our presence bring miracles, O Master. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യവും ചുമന്നുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയി നിന്നാൽ, ഈ അഭിഷേകവും ചുമന്നുകൊണ്ട് എവിടെയെങ്കിലും പോയി നിന്നാൽ ജനം വിടുവിക്കപ്പെടുന്ന വിധത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിന്റെ അളവിലേക്ക് ഹല്ലേലൂയ അങ്ങയെ പൂർണ്ണമായി അനുസരിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ഒരു അനുസരണത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പച്ചന്റെ പൊന്നുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അങ്ങ് ചെയ്തെടുക്കുന്ന വൻ കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.
സമാഗമന കൂടാരത്തെക്കുറിച്ച് ബ്രദർ ബിജി പള്ളിക്കൽ 57 എപ്പിസോഡുകളിലായി നടത്തിയ പ്രഭാഷണ പരമ്പരയുടെ ഓഡിയോ CD, കൂടാതെ സിസ്റ്റർ ഷീജ ബിജിയുടെ പുതുവത്സര സന്ദേശം രേഖ മാറ്റിയെഴുതുന്ന ദൈവം, ഈ 2 CDകളും വിപണിയിൽ ലഭ്യമാണ്. കോപ്പികൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക 9447 390 526 9947 810 001.